എല്ലാവർക്കും എല്ലാവർക്കും VMS ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സ്കൂൾ കലോത്സവം ആരംഭിച്ചിരിക്കുകയാണ് തൃശ്ശൂര്. നമ്മുടെ ബഹുമാന്യനായ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ ഉദ്ഘാടന പ്രസംഗത്തിൽ വച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒരു കുട്ടികളുടെ മുമ്പിൽ വച്ച് പറയാൻ പറ്റുന്ന വാക്കുകളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്കൊന്നും ഒരു സ്ഥിരകാല ബോധം അല്ലെങ്കിൽ എവിടെയാണ് എന്താണ് പറയേണ്ടതെന്ന് ഒട്ടും അറിഞ്ഞൂടാത്തവരാണോ? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ, രാഷ്ട്രീയത്തിൽ ഇത്രയും തിളങ്ങി നിൽക്കുന്നവർ ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയിൽ വച്ചാണ് ഇതുപോലുള്ള ജാതിപരമായും മതപരമായും വിവാദമുണ്ടാക്കുന്ന സംസാരങ്ങൾ കാണിക്കുകയും വർഗീയത പറയുകയും ചെയ്യുന്നത്. സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്ന പാർട്ടി CPM ആണ്. പക്ഷെ ഇവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന MP ആയ ശ്രീ സുരേഷ് ഗോപിയുടെ പ്രവൃത്തി. അദ്ദേഹം അത് പക്വതയോടെ എടുത്തു എന്ന് മാത്രമല്ല, അതിന് മറുപടി പറയാനും നിന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനറിയാം കുട്ടികളുടെ പരിപാടിയാണ്, അവിടെ വച്ച് ഇത്തരം ഒരു വിഷയം പറയേണ്ട കാര്യമേ ഒന്നുമേ ഇല്ല എന്നുള്ളത്. അത് അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തു. ഒരു പക്ഷേ ഇത്രയും നാൾ സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടത്ര വിജയിച്ചില്ലെങ്കിൽ വേണ്ടത്ര നല്ലതല്ല എന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷേ ഇന്നത്തെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ പക്വത നിറഞ്ഞ ഒരു പെരുമാറ്റം അദ്ദേഹത്തിന് വീണ്ടും ജനങ്ങൾക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു നല്ല ഒരു സ്വീകരണം കൊടുത്തു എന്നുള്ളതാണ് സത്യം. അത്യാവശ്യം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന നമ്മുടെ ശിവൻകുട്ടിയെങ്കിലും അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹത്തിന് പോലും ഇതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ലേ എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിവാദമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വിദ്വേഷം നിറഞ്ഞ രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുകയും മതപരമായി കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ചെയ്യുന്ന പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. CPMൻ്റെ ലക്ഷ്യം വോട്ട് ബാങ്കാണ്. ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വോട്ട് കിട്ടാൻ വേണ്ടി അവർ കാണിക്കുന്ന ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഭാവിയിൽ കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ തന്നെ മതത്തിൻ്റെയും ജാതിയുടെയും വിവേചനം ഉണ്ടാക്കുന്നുള്ള രീതിയിലുള്ള സംസാരം, അത് എന്തുമാത്രം അപകടം പിടിച്ചതാണെന്ന് ഇവരൊന്നും ചിന്തിക്കുന്നില്ല. അവരുടെ ലക്ഷ്യം വോട്ട് ബാങ്കാണ്. എങ്ങനെയെങ്കിലും ഇലക്ഷനിൽ സീറ്റ് കിട്ടുക, ജയിക്കണം, ഭരണം പിടിക്കണം, അതിനുശേഷം അഴിമതി നടത്തണം. ഇതൊക്കെയാണ് ഇവരുടെ മനസ്സിൽ.